ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, വന്ദ്യരായ ടി.എം. ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ നബ്ബറല്ലാഹു മർഖദ ഉസ്താദ് അവർകൾ രചിച്ചിട്ടുള്ള മൗലിദുന്നൂറാണ് നമ്മുടെ ചർച്ച. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഗദ്യഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്ത പദ്യഭാഗത്തേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ ഗദ്യഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ പലതും പദ്യരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണിത്. പക്ഷേ വളരെ രസാവഹമായ, ആരെയും ആകർഷിപ്പിക്കുന്ന ശൈലിയിലാണ് ഇസ്മായിൽ മദനി ഉസ്താദ് ഈ രണ്ടാം പദ്യഭാഗം കൊണ്ടുവന്നിട്ടുള്ളത്. ബുഷ്റാലന ബുഷ്റാലന നിൽനൽ മുനാസലൽ അന വാജാഅന കുല്ലുൽ ഹന ബിമദ്ഹിന സിയം വലി. സന്തോഷം സന്തോഷം, ഞങ്ങൾക്കിതാ എല്ലാ പ്രതിസന്ധികളും നീങ്ങുന്നതിനു വേണ്ടി, ദുഃഖങ്ങൾ മാറുന്നതിനു വേണ്ടി ഞങ്ങൾ ശൈഖുനായുടെ മദ്ഹ് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ശൈഖുനയുടെ പേരിൽ എഴുതുന്ന മദ്ഹിനെ മുൻനിർത്തിയിട്ട് ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ ഇങ്ങനെ പാടുമ്പോൾ അത് മഹാനവർകളുടെ കൽബിൽ തട്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ ഇത് വെറുതെ എഴുതിയതല്ല എന്ന്. മഹാനവർകളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഔലിയാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തരായ മഹാനായ ഖുതുബുൽ ആലമിനെ പുകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ ബറക്കത്തിലൂടെ തൻ്റെ രോഗത്തിന് ശമനം കാംക്ഷിച്ചുകൊണ്ടാണ് മഹാനവർകൾ ഇത് എഴുതുന്നത്. അപ്പോൾ ഈ വരികളൊക്കെ ഹൃദയം തട്ടുന്ന വരികളാണ്. ഇസ്മായിൽ മദനി ഉസ്താദ് വെറുതെ അങ്ങ് പ്രാസം ഒപ്പിച്ച് രീതി ഒപ്പിച്ച് അങ്ങ് എഴുതിയതല്ല. കാരണം ഇതെഴുതുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്താണ്. അപ്പോൾ മഹാനവറുകൾ അത്രയേറെ കൽബ് പൊട്ടി, നെഞ്ചു പൊട്ടി എഴുതിയ വരികളായിരിക്കാം ഇത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഈ മൗലിദിൻ്റെയും ശൈഖുനായുടെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മളുടെയും ദുനിയാവും ആഖിറവും അള്ളാഹു ഇസ്സത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. വളരെ ഹൃദ്യമായ ഒരവതരണമുണ്ട്. മഹാനായ ശൈഖുനായുടെ പ്രസവത്തെക്കുറിച്ച്, ജന്മം നടന്ന സമയത്തെക്കുറിച്ച് മഹാനവർകളുടെ അവതരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വുലിദ ഫീ ഹാഇൻ വമീം സുമ്മ ശീനിൻ സുമ്മ ഗൈൻ നഖിനാ മിൻ ഹുബിന ബിമദ്ഹിന സിയം വലി. വുലിദ, ശൈഖുന അവർകൾ പ്രസവിക്കപ്പെട്ടത് ഫീ ഹാഇൻ വ മീമിൻ, ഹായിലും മീമിലും, സുമ്മ ഷീനിൻ സുമ്മ ഗൈൻ, പിന്നെ ഷീനിലും പിന്നെ ഗൈനിലുമാണ്. ഇത് നമുക്കറിയാം. ആ ജന്മം നടന്ന വർഷമാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അഥവാ അറബി അക്ഷരങ്ങൾക്ക് ചില സംഖ്യാമൂല്യങ്ങളുണ്ട്. അബ്ജദ്, ഹവ്വസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓർഡറിൽ ഓരോ ഹർഫുകൾക്ക് ഒരു സംഖ്യാമൂല്യമുണ്ട്. ഇവിടെ ഇസ്മായിൽ മദനി ഉസ്താദ് ശൈഖുനായുടെ ജന്മം ഏത് വർഷമാണ് എന്നറിയിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഹർഫുകൾ ഹാ, മീമ്, ഷീന്, ഗൈന് എന്നീ 4 ഹർഫുകളാണ്. അറബിയിൽ ഹാ എന്നതിൻ്റെ മൂല്യം 8ആണ്, മീമിൻ്റെ മൂല്യം 40ആണ്, ഷീനിൻ്റെ മൂല്യം 300ആണ്, ഗൈനിൻ്റെ മൂല്യം 1000ആണ്. അപ്പോൾ 8, 40, 300, 1000, 1348 മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളുടെ അനുഗ്രഹീത ജന്മം നടക്കുന്നത്. ഇസ്മായിൽ മദനി ഉസ്താദ് അത് കൊണ്ടുവരാൻ, അത് ആ ജന്മത്തിൻ്റെ വർഷം അറിയിക്കുന്ന രൂപം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയേറെ ചിന്തിക്കുകയും വലിയ അവഗാഹം നേടുകയും ചെയ്തവർക്ക് മാത്രം ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് മൗലിദിൻ്റെ
പല വരികളും കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു ഫീ റബീഇൽ അവ്വലി മൗലിദു ഖൈരിൽ മുർസലി ലഫിറ നാസും മിൻ വലി ബി ഫദ്ലി സിയ മിനൽ വലി. ആ ജന്മം തന്നെ ഹിജ്റ 1348 റബീഉൽ അവ്വൽ മാസത്തിൽ 12 അന്ന് റബീഉൽ അവ്വൽ 12 തന്നെയാണ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അനുഗ്രഹീത ജന്മം നടന്നിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ഗദ്യഭാഗത്തു പറഞ്ഞ സംഗതികൾ പദ്യമായിട്ട് അവതരിപ്പിക്കുന്നു. അസ്ലുഹു മിൻ സ്വാലിഹീന ശുഹദാഇൻ കാമിലീന. ശൈഖുനായുടെ പിതാമഹന്മാർ അവരൊക്കെയും ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സച്ചരിതരാണ്, അവരൊക്കെയും സജ്ജനങ്ങളാണ്. ഇത് പറഞ്ഞിട്ട് കുഞ്ഞിമാഹിൻ ശൈഖുന ഫീ മനാമിൻ ബുശ്ശിറ മിൻ ഹറമിൻ ഇസ്തബ്ശറ ബിഖുദും ഹാദൽ വലി. മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഹറമിൽ വെച്ച് ഈ കുഞ്ഞിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് സുമ്മി ബിസ്മി മുഹമ്മദി മഅസ്സദീഖിൽ അംജദി വഹുവ സിർറു മുഹമ്മദി ശൈഖുനാ സിയം വലി. സുമ്മി ബിസ്മി മുഹമ്മദി, മുഹമ്മദ് എന്ന പേര് മഹാനായ ശൈഖുനാക്ക് വെക്കപ്പെട്ടു. എങ്ങനെ? മഅസ്സദീഖിൽ അംജദി, സ്വദീഖുൽ അംജദിൻ്റെ നാമത്തോടുകൂടെ. ആരാണ് സ്വദീഖുൽ അംജദ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വദീഖുൽ അംജദ് അതാരാണ്? വഹുവ സിർറു മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിറായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് തങ്ങളുടെ പേര് അബൂബക്കർ എന്നാണ്. അപ്പോൾ സുമ്മി ബിസ്മി മുഹമ്മദി മഅസ്സദീഖിൽ അംജദി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടു സ്വദീഖുൽ അംജദിൻ്റെ പേരോടുകൂടെ, ഏറ്റവും അംജദായ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അംജദായ അടുത്ത കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ മുഹമ്മദ് അബൂബക്കർ എന്നു പേര് വെക്കപ്പെട്ടു. ആ വിഷയം അവതരിപ്പിക്കുന്നത് എത്ര ഹൃദ്യമായിട്ടാണ് ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ. സുമ്മി ബിസ്മി മുഹമ്മദി എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ മഹാനവറുകളുടെ മഹത്വവും കൂടെ പറഞ്ഞുകൊണ്ട് ആ പേര് അവതരിപ്പിക്കുകയാണ്. സ്വദീഖുൽ അംജദാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ. വഹുവ സിർറു മുഹമ്മദി, അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യവുമാണ്, മുഹമ്മദീയ രഹസ്യവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് ഈ വരികൾ, ശൈഖുനായുടെ പേരിനെ കുറിച്ച് പറയുന്ന വരികൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ വരികളും വളരെ ആഴമുള്ള വരികളാണ്, വളരെ ഹൃദ്യമായ വരികളാണ്. അള്ളാഹുവെ, ഈ മൗലിദുൻ നൂറിൻ്റെ ബറക്കത്ത് കൊണ്ട് ശൈഖുന ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്, ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.